അപ്പോൾ ഹലോ എവ്രി വൺ, ഈ കഴിഞ്ഞ ജൂൺ 22 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. രാവിലെ എണീറ്റ വഴിക്ക് വീട്ടിൽ കേക്കൊക്കെ നല്ല സെറ്റാക്കി വെച്ചിരുന്ന കാരണം കൊണ്ട് രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് ഞാൻ പോയി കേക്ക് കട്ട് ചെയ്തു. കാരണം വീട്ടിൽ കേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യണവരെ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, എന്നാൽ നമുക്ക് എവിടേക്കെങ്കിലും പോവാന്ന്. അങ്ങനെ ഞങ്ങളെല്ലാവരും കെട്ടിയൊരുങ്ങി നേരെ വെച്ച് പിടിച്ചു അതിരപ്പള്ളി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ 4 പേരും കൂടി പുറത്ത് പോകുന്നുണ്ടായിരുന്നത്. അങ്ങനെ പോണ വഴിക്ക് ഞങ്ങൾ അമ്മ വീട്ടിലൊക്കെ കയറി അമ്മമ്മമാരെയൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വെച്ച് പിടിച്ചു അതിരപ്പള്ളി. ഈ അതിരപ്പള്ളി ട്രിപ്പിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ കസിൻ്റെ വീടുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടം കാണാനല്ല മെയിനായിട്ട് പോകുന്നത്, നമ്മൾ ജസ്റ്റ് നേച്ചർ ഒന്ന് ആസ്വദിച്ച് പോരുക, അത്രേ ഉള്ളൂ. പിന്നെ മാമനെയും ഫാമിലിനെയും ഒന്ന് വിസിറ്റ് ചെയ്യാം. ഈ കഴിഞ്ഞ ബർത്ത്ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർഷം കൂടുമ്പോഴും നമുക്ക് കിട്ടുന്ന വിഷസ് എപ്പോഴും അത് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. എനിക്ക് ചുറ്റും ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേക്ക് എന്നെ ഭയങ്കര സ്പെഷ്യലായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഐ ആം സോ താങ്ക്ഫുൾ ടു ഗോഡ് ഫോർ ദാറ്റ്. എൻ്റെ പാരൻസ് ആണെങ്കിലും വിവി ആണെങ്കിലും ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ് ആണെങ്കിലും എൻ്റെ കുറേ ഫ്രണ്ട്സ്, കസിൻസ്, ഫാമിലി, എവ്രി വൺ ആൻഡ് ഗോഡ്, ഒബ്വിയസ്ലി ഗോഡ്. ഒരുപാട് സന്തോഷമുണ്ടായിരുന്ന ഒരു ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ ഇതിലൊക്കെ ഉപരി എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള കുറേ ആൾക്കാരുടെ കൂടെ എനിക്കെൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ഒബ്വിയസ്ലി എനിക്ക് കിട്ടിയ ഇപ്പോൾ വിഷസ്, ദാറ്റ് മീൻസ് എ ലോട്ട്. കുറേ അപ്രതീക്ഷിതമായിട്ടുള്ള സർപ്രൈസ് വീഡിയോസ്, കുട്ടി കുട്ടി ഗിഫ്റ്റ്, സർപ്രൈസായിട്ട് എനിക്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരാണ് നമുക്കിതൊക്കെ ചെയ്തു തരണേ. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക നമ്മളൊന്ന് ജസ്റ്റ് ഹാപ്പി ആവാൻ വേണ്ടി അവരെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ടല്ലോ. ഈവൻ അവരുടെ ലൈഫിൽ ഒരു സെക്കൻഡ് ആ വിഷ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുന്ന ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ, ദാറ്റ് റിയലി മീൻസ് എ ലോട്ട്. ഞങ്ങൾ നല്ലോണം അതിരപ്പള്ളി യാത്ര ആസ്വദിച്ചു. ഞാൻ പിന്നെ കുറേ ഇങ്ങനെ വലിച്ചു നീട്ടി ഭയങ്കര ബോറാക്കുന്നില്ല. ഞങ്ങൾ പോയപ്പോൾ തന്നെ നല്ല ക്രൗഡഡ് ആയിരുന്നു, കാരണം സൺഡേ ആയിരുന്നു. അത് കാരണം നല്ല ക്രൗഡഡ് ആയിരുന്നു. റോഡ് സൈഡിലൊക്കെ വണ്ടികളിങ്ങനെ നിർത്തിയിട്ട് വണ്ടികൾ ബ്ലോക്ക്, ഒരു രക്ഷയുണ്ടായില്ല. പിന്നെ നമ്മുടെ അതിരപ്പള്ളിയാണല്ലോ, നമുക്ക് എപ്പോൾ വേണേൽ പോയി കാണാമല്ലോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഓക്കെ ഇപ്പം ഇറങ്ങണ്ടെന്നാൽ പിന്നെ ഇറങ്ങാമെന്നുള്ള രീതിയിൽ നമ്മളെത്തി. അപ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ചാർപ്പ പിന്നെ ഒരുപാട് എഫേർട്ട് എടുത്ത് പോയി കാണേണ്ട ആവശ്യമില്ല. നമ്മൾ വണ്ടിയിൽ തന്നെ പോകുമ്പോൾ ഓൾറെഡി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ചാർപ്പ വരെ പോയത്. ചാർപ്പ വരെ ഞങ്ങൾ പോയുള്ളൂ, വാഴച്ചാലിക്ക് ഞങ്ങൾ എത്തിയില്ല. കാരണം നല്ല ബ്ലോക്കായിരുന്നു. ഓൾറെഡി കാറുകൾ 2 സൈഡിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ടൂറിസ്റ്റ് ബസ്സുകളും ട്രാവലറുകളും ഒക്കെ വന്ന് നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ അതിരപ്പള്ളിയുടെ വഴി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ചുറ്റും മരങ്ങളും സൈഡിലൂടെ ഒഴുകുന്ന പുഴയും, ഇതൊക്കെ ഒരു ഭംഗിയായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ചാർപ്പ വാട്ടർഫാൾസ്. ഇവിടെയും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നെങ്കിലും ഇത് കാറിൽ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലോണം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയി. പിന്നെ നല്ല മഴയൊക്കെ കിട്ടി ഞങ്ങൾക്ക്. പിന്നെ മഴ പെയ്യുമ്പോൾ ഐസ്ക്രീം അതൊരു മെയിൻ ഫാക്ടറാണല്ലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു. പിന്നെ പോണ വഴിക്കാണ് ഞങ്ങൾ മാമൻ്റെ വീട്ടിലൊക്കെ കയറി അവരെയൊക്കെ കണ്ടു. ആ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു, സോറി, അടുത്ത പ്രാവശ്യം സെറ്റാക്കാം. അങ്ങനെ ഞങ്ങൾ സൈഡിൽ കുറേ നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് ഫോണിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, നിറയെ മരങ്ങളായതുകൊണ്ട്. നല്ല കോടമഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഈ മേഘങ്ങളൊക്കെ ഇങ്ങനെ തങ്ങി നിന്ന് നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. സോ ഈ വീഡിയോ കൂടെ എൻ്റെ ബർത്ത്ഡേ ഭയങ്കര സ്പെഷ്യലാക്കി തന്ന, എന്നെ വിഷ് ചെയ്ത എല്ലാവർക്കും എ ബിഗ് താങ്ക് യു. പിന്നെ ഇത് നമ്മൾ അതിരപ്പള്ളി റൂട്ടിൽ കൂടെ പോയപ്പോൾ മേടിച്ച മാംഗോസ്റ്റി റംബൂട്ടാനൊക്കെയാണ്. അത് ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ച് ഞങ്ങളങ്ങനെ വീട്ടിലോട്ടെത്തി.